കണ്ണൂരിൽ മെഗാ തൊഴിൽ മേള. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ജൂൺ 21-നാണ് 5000 പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന മെഗാ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നത്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, തൊഴിൽ നേടാൻ അവരെ പ്രാപ്തരാക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ആവശ്യമായ തൊഴിലന്വേഷകരെ കണ്ടെത്താനുള്ള പ്രവർത്തനം കുടുംബശ്രീ യൂണിറ്റുകൾ വഴി നടത്തിവരികയുമാണ്. അപ്പോൾ 5000-ത്തിലധികം തൊഴിലവസരങ്ങൾ ഇപ്പോൾ തൊഴിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് അതിലുള്ള അവസരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നതിന് ഒരു പ്രോത്സാഹനം പിന്തുണ കൂടി നൽകുക എന്നുള്ളതാണ്. ബിരുദധാരികളായിട്ടുള്ള നിരവധി ചെറുപ്പക്കാരൻ നമ്മുടെ ജില്ലയിൽ തന്നെ. പക്ഷെ അവരെല്ലാം തന്നെ ഞങ്ങളെയൊക്കെ സമീപിക്കുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന ശരി MLA സമീപിച്ച് എന്തെങ്കിലും ജോലി വേണം സാർ ആളുകൾ നിങ്ങളെല്ലാം ജോലി ഭാഷ എന്താണ് എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുന്നില്ല. ഇനി ഏതെങ്കിലും സ്ഥലത്ത് ഒഴിവുകളുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. അല്ല, ഇൻ്റർവ്യൂ കാർഡ് കിട്ടിയതാണെങ്കിൽ നമുക്കതിൽ ഇടപെടാം. പക്ഷെ എന്തെങ്കിലും ഞങ്ങൾക്കൊരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അർത്ഥം ഇന്ന ജോലി നിങ്ങൾക്ക് പറ്റുന്നതാണെന്ന് പറഞ്ഞ് ചെയ്യാൻ കഴിയില്ല. 10,000 ഉദ്യോഗാർത്ഥികളെ വരെ പങ്കെടുപ്പിക്കാൻ സൗകര്യമാണ് തൊഴിൽ മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ അവസരം യുവാക്കൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി പറഞ്ഞു. യോഗ്യതകൾക്കനുസരിച്ച് വിവിധ തൊഴിലവസരങ്ങൾ ലഭിക്കും. +2 മുതൽ ബിരുദാനന്തര ബിരുദം വരെ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന നിരവധി തൊഴിലവസരങ്ങളാണ് മേളയിലുള്ളത്. +2 യോഗ്യതയുള്ളവർക്കായി 64 വിഭാഗങ്ങളിൽ 32,000-ൽ-അധികം ഒഴിവുകളും, ITI മുതലായ സാങ്കേതിക പരിശീലനം നേടിയവർക്ക് 12,838 ഒഴിവുകളും, സാങ്കേതിക ഡിപ്ലോമക്കാർക്ക് 6,500-ൽ-അധികം ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബിരുദധാരികൾക്കും വിവിധ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കും 8,000-ൽ-അധികം ഒഴിവുകളുണ്ട്. കൂടാതെ ജർമ്മനിയിലേക്ക് 1050 നഴ്സുമാരുടെ ഒഴിവ് മേളയിൽ റിക്രൂട്ട്മെന്റ് നടക്കും. മേളയോടനുബന്ധിച്ച് സാങ്കേതിക ഡിപ്ലോമക്കാർക്കായി 2,600-ൽ-അധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൊഴിൽ മേളയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജൂൺ 18-ആണ്. ഒരു ഉദ്യോഗാർത്ഥിക്ക് പരമാവധി 5 കമ്പനിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ രാവിലെ 8:30-ന് എഞ്ചിനീയറിംഗ് കോളേജിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ, വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ M സുർജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇപ്പോൾ വന്നിരിക്കുന്ന 21-ന്റെ മെഗാ ജോബ് മേളയില് 31,010 തൊഴിലവസരങ്ങളുണ്ട്. അത് വിവിധ കാറ്റഗറി ഉണ്ട്. ആ ചാർട്ടിൽ ഒരു ചാർട്ട് നമ്മുടെ ഇതിന്റെ വിജ്ഞാന കേരളത്തിന്റെ കോർഡിനേറ്ററുടെ കയ്യിലുണ്ട്. എനിക്കൊന്നും അതെല്ലാം എല്ലാവർക്കും അയച്ചു തരാം. നമ്മളൊരു റിക്വസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് ഇത്രയും തൊഴിലവസരങ്ങൾ ഈ ജില്ലയിൽ ഉണ്ടായിരുന്നിട്ട് ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ 5,000 ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 140 കമ്പനികളെങ്ങാനും ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിൽ SLC വരെയുള്ളവർക്ക് ഉള്ള തൊഴിലവസരങ്ങൾ ഉണ്ട്. അവരുടെ ശമ്പളം ഉണ്ട്. 15,000 to 25,000 വരെയാണ് ഏറ്റവും കൂടുതൽ ഈ ബിരുദധാരികൾക്കുള്ള അവസരങ്ങളുള്ളത്. അത് ഏതാണ്ട് 10,000-ഓളം ഒഴിവുണ്ട്. പിന്നെ 2,40,000 വരെയുള്ള 1,00,000-ന് മുകളിൽ 2,40,000 വരെ ഏതാണ്ട് 1,450 തൊഴിലവസരങ്ങളുണ്ട്. തൊഴിലിന് അപേക്ഷ കൊടുക്കുന്ന ആളുകൾക്കാണ് ജൂൺ 21-ന്റെ മെഗാ ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ പറ്റുക. ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക പോർട്ടലുണ്ട്. DWMS എന്നാണ് അതിൻ്റെ പേര്, ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. 2022 മുതൽ ഫീൽഡിലുള്ള ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണിത്. അപ്പോൾ അതുവഴിയാണ് ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈൽ ക്രിയേഷൻ നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ അവരുടെ ജോബ് ആപ്ലിക്കേഷനും കൊടുക്കേണ്ടത്. സമഗ്ര ന്യൂസ്.